ഇന്ന് ഇന്ത്യ ഭയത്തിന്റെ നിഴലിലാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യം അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ ഭീകര പ്രവർത്തനങ്ങളെ നാം ഭയപ്പെടുന്നു. നിരപരാധികളുടെ ജീവനെടുത്ത പുൽവാമ സംഭവം നമ്മുടെ മനസ്സിലൊക്കെ ഒരു വിങ്ങലായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സഭകളിൽ പ്രാർത്ഥിച്ചു. ലോക ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. കായീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുതും വലുതുമായ നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ലോകചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ 2 മഹായുദ്ധങ്ങൾ നടന്നു. 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധം. 100 ലക്ഷം ആളുകൾ, 1 കോടി പേർ കൊല്ലപ്പെട്ടു. 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധം 550 ലക്ഷം പേർ, 5.5 കോടി പേർ കൊല്ലപ്പെട്ടു. 5.5 കോടി പേരെ കൊന്നുമുടിച്ച 2-ാം ലോക മഹായുദ്ധം കൊണ്ടും മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ അടുത്ത നാളുകളിൽ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്ന യുദ്ധങ്ങൾ മാത്രമല്ല, ദുരന്തങ്ങളുടെ കൂടിപ്പെയ്ത്തുകൾ, കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്രകൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. കരങ്ങളിലെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പറയണം, ഇത് സാധാരണ പുസ്തകമല്ല, ഇത് ദൈവനിർണയത്തിന്റെ പുസ്തകമാണ്. ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? പ്രിയരേ, അടുത്ത ഒരു മഹായുദ്ധം ഈ പ്രതലത്തിൽ ഉണ്ടാകുമോ? ലോകവ്യാപകമായ ആളുകൾ 2 ചേരികളായി മാറുന്ന ഒരു യുദ്ധം സംഭവിക്കുമോ? സംഭവിക്കും. ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ ആരായിരിക്കും? ആ യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി ഇറങ്ങുന്ന രാജ്യത്തിന്റെ പേരെന്തായിരിക്കും? ആ യുദ്ധത്തിൽ പാശ്ചാത്യ പൗരസ്ത്യ ശക്തികൾക്കുള്ള ബന്ധം എന്തായിരിക്കും? ആ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധം എത്രയായിരിക്കും എന്ന് വരെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ ഈ രാത്രി വിളിച്ചു പറയണം, ഇത് സാധാരണ പുസ്തകമല്ല, ഇത് അനാദി നിർണയം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ്. ഇന്ന് കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ഞാൻ ചോദിക്കുന്നു, 1945 സ്തോത്രം, ഒരു തിങ്കളാഴ്ച രാവിലെ ഹിരോഷിമയുടെ തലപ്പത്തുകൂടെ 3 ഫ്ലൈറ്ററുകൾ പറന്നു നീങ്ങുകയാണ്. അതിന് നടുക്കത്തെ ഫ്ലൈറ്റിൽ നിന്ന് പക്ഷി മുട്ടയിടുന്നത് പോലെ ചെറുനാരിങ്ങ വലിപ്പത്തിൽ 13.5 കിലോ ടൺ ഭാരമുള്ള ഒരു അണ്വായുധം താഴേക്ക് ഇറങ്ങി. 16,000 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് കുട പോലെ വിരിഞ്ഞു. അണ്വായുധ പ്രയോഗത്തിന്റെ ദുരന്തം എന്താണെന്ന് കേട്ടാൽ ഞെട്ടിപ്പോകും. അത് 16,000 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച് കുട പോലെ വിരിഞ്ഞു. കുട പോലെ വിരിഞ്ഞാൽ പച്ചയായി, വെള്ളയായി, നീലയായി, മഞ്ഞയായി. ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് രാക്ഷസ തുല്യമായ ഭീകര രൂപം പൂണ്ട ഈ അഗ്നിഗോളം 1,20,000 നിരപരാധികളെ കത്തിച്ച് ചാമ്പലാക്കിയെന്നല്ല, ആവിയായി മുകളിലോട്ട് പൊക്കി. ഒരു കോൺവെന്റിന്റെ വാതിക്കൽ നിന്ന് ഒരു കന്യാസ്ത്രീ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാലത്തിന്റെ അടുക്കലാണ് ഈ ബോംബ് വന്ന് വീണത്. ആ പാലത്തിന്റെ നിരവധി വാഹനങ്ങൾ ഓടുന്ന സ്ലാബിലൂടെ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ടൈമായിരുന്നു. അവരുടെ ദേഹത്തിന് തീ പിടിച്ചതുകൊണ്ട് അവർ തൊട്ട് താഴത്തെ ജലാശയത്തിലേക്ക് എടുത്തിയാടി. ഈ കന്യാസ്ത്രീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഈ നദി കലത്തിലെ വെള്ളം തിളയ്ക്കുന്നത് പോലെ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം നിരവധി വാഹനങ്ങൾ ഓടുന്ന ഈ പാലത്തിന്റെ സ്ലാബ് പൊട്ടിപ്പൊങ്ങിയിട്ട് തിളയ്ക്കുന്ന ഈ ആ നദിയുടെ മുകളിൽ കൂടെ വെള്ളത്തിന്റെ പുറത്ത് അഥവാ തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിന്റെ പുറത്ത് അടച്ചു വച്ചിരിക്കുന്ന അടപ്പ് പൊങ്ങുന്നത് പോലെ ഈ സ്ലാബ് അത്യുഷ്ണ ഊഷ്മാവിൽ തിളയ്ക്കുന്ന നദിയുടെ പുറത്തുകൂടെ തെന്നി തെന്നി നടന്നു. സ്തോത്രം. അപ്പൊ എന്താ ചൂടാ? ഇനിയും ഈ വീണ കുട്ടികളില്ലേ, ആറ്റിലേക്ക് വീണ കുട്ടികൾ, അവർ ആവിയായിട്ടല്ല പൊങ്ങിയത്, അവർ പുകയായി പൊങ്ങിപ്പോവുകയാണ്. സ്തോത്രം. അങ്ങനാണെങ്കിൽ അന്ന് ഇത്ര വർഷങ്ങൾക്ക് പുറകിൽ ഇതിന്റെ ഭീകരത ഇത്രയാണെങ്കിൽ ഈ തലമുറയിൽ ഒന്നുപയോഗിച്ചാൽ ഒരു പട്ടണമല്ല, ഒരു സംസ്ഥാനം കാണില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ,
കറുത്ത കാലത്തിന്റെ ഭീകരതകൾ ഒരു തലമുറയെ മൂടുമ്പോൾ അതുപോലെ ഒരു ഭീകരാക്രമണത്തിൽ അണ്വായുധ പ്രയോഗം നടക്കുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ അതുല്യത ഓർത്താൽ കൈകെട്ടി വാപൂട്ടിയിരുന്നാൽ പറ്റില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എന്റെ അപ്പച്ചൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, ഇതിന് സംഭവങ്ങൾക്ക് തിരശീല ഉയരും മുൻപ് ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരും. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഈ പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുന്നത്, മാരക രോഗങ്ങൾ കൂട്ടമായി ഈ മണ്ണിൽ വർദ്ധിക്കുന്നത്, ഭീകര സംഭവങ്ങൾക്ക് തിരശീല ഉയരുന്നത്, ഇതെല്ലാം നേരത്തെ എഴുതി വച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇതിന്റെ അതുല്യത തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ആ വേദപുസ്തകം കൈകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, ഈ പുസ്തകം സാധാരണ പുസ്തകമല്ല, സംഭവങ്ങളെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഒരു സന്ദേശം പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ അനാദി നിർണയം. എല്ലാരും കൂടെ ശബ്ദം ഉയർത്തി എന്ന് പറയാമോ? എല്ലാരും കൂടെ ശക്തമായി എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കൈകെട്ടി വാപൂട്ടിയാൽ ഇരിക്കേണ്ടത്. ഒരു മന്ത്രപ്രയോഗത്തിനും ഒരു ക്ഷുദ്രവാദത്തിനും ഒരാഭിചാരത്തിനും ഒരേലസിനും ഒരു തകിടിനും ഒരാവാഹിച്ചു വിട്ട ദുരാത്മവ്യാപാരത്തിനും തകർക്കാൻ കഴിയാത്തൊരു മഹത്തായ പദ്ധതി എന്റെ ജീവനെ കുറിച്ച് എന്റെ ദൈവത്തിനുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വചനം കേൾക്കാൻ തുടങ്ങുകയാണ്. മഹാദൈവത്തിന്റെ അനാദി നിർണയം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം, അതിന്റെ ദൈവത്തിന് സ്തോത്രം 28-ാമത്തെ വാക്യം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വന്ന് വളരെ പ്രാർത്ഥനയോടെ വേദപുസ്തകം തുറന്ന് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ഒന്നുക. 4-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സംഭവിക്കണമെന്ന് നിന്റെ കൈയും, സംഭവിക്കണം എന്ന് നിന്റെ കൈയും, നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കേണമേ. സൗഖ്യമാക്കുവാൻ മതിയല്ലോ. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു. സത്യം. ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഇന്ന് രാത്രി ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ മനസ്സ് തകർന്ന് മരണം പുൽകാൻ കൊതിക്കുന്നവരുടെ ഉള്ളിലൂടെ പോലും ഈ വചനത്തിന്റെ ക്രിയ വിടുതലായി പരിണമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള UPF-ന്റെ പ്രവർത്തനങ്ങൾ ലക്ഷ്യബോധത്തോടെ ഒരുപറ്റം ദൈവമക്കളുടെ പ്രാർത്ഥനയിലാണ് നടത്തുന്നതെങ്കിൽ ഇന്ന് രാത്രി യോഗം അവസാനിക്കുന്നതിന് മുൻപ് ജീവന്റെ പുസ്തകത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർക്കാൻ കൊതിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നാടിനു വേണ്ടി ശബ്ദം ഉയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതിന് ആധിപത്യം പുലർത്തുന്ന ചില ആത്മാക്കളെ വിടുവിക്കാൻ യേശുവിന്റെ കരം ബലത്തോടെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കേണ്ടതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അസാധാരണ വിടുതൽ സംഭവിപ്പാൻ പ്രാർത്ഥിച്ച് യോഗത്തെ നിങ്ങൾ കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രവർത്തികളുടെ പുസ്തകം. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ചരിത്ര പ്രസിദ്ധമായ പ്രവർത്തികളുടെ പുസ്തകം. 35 വർഷത്തെ വളച്ചുകെട്ടില്ലാത്ത സഭയുടെ ചരിത്രമുറങ്ങുന്ന പുസ്തകമാണ് പ്രവർത്തികളുടെ പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിൽ നിന്നും ലേഖനങ്ങളിലേക്കുള്ള പരിവർത്തനം നാം കാണുന്നത് പ്രവർത്തികളുടെ പുസ്തകത്തിലാണ്.
പ്രവർത്തികളുടെ പുസ്തകം ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പോടുകൂടെ തുടങ്ങുകയാണ്. ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ചതാണ് ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ന്. എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും പുറകിൽ ഒരു ട്രിക്കുണ്ട്. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ ഒരു ട്രിക്കുമില്ല. വോട്ട് സിസ്റ്റം ആയിരുന്നില്ല, ചീട്ട് സിസ്റ്റത്തോടുകൂടെ ഒരു തിരഞ്ഞെടുപ്പിൽ അവിടെ 1-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രവർത്തികളുടെ പുസ്തകം നടന്ന സാഹചര്യം ദൈവമക്കൾക്ക് ചരിത്രം ഉറങ്ങുന്ന പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പ്രത്യേക അന്തരീക്ഷം ഏതാണ്ട് AD 30 മുതൽ ആരംഭിച്ച സഭയുടെ ചരിത്രം 35 വർഷത്തിന് പുറകിൽ നടന്ന സംഭവങ്ങളാൽ ചരിത്ര പ്രസിദ്ധമായ ആ കാലഘട്ടത്തിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ അവ ചരിത്രത്തിൽ അരങ്ങേറുന്നതിനു മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട 3 പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒരു സൂചനയുമില്ല. എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്ന്, ആ കാലഘട്ടത്തിൽ ഏറ്റവും നീചമായ ഒരു ഭരണകർത്താവ് ഉണ്ടായിരുന്നു. 666 എന്ന് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അക്കവില ഏതൊരു ഭരണകർത്താവിനാണ് യോജിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അത് നീറോയ്ക്കാണ്. നീറോ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ദുഷ്ടതയുടെ പ്രതീകമാണ്. കാരണം അത്ര മനോരോഗിയായ ഒരു ഭീകര സത്വമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം സ്വന്തം ഭാര്യയെ 2 ഭാര്യമാരെ സ്വന്തം കൈകൊണ്ട് കൊല്ലുകയായിരുന്നു. അവരെ കൊല്ലുന്ന സമയത്ത് ഈ മരണപ്പെടച്ചിൽ നടക്കുമ്പോ, മരണത്തിൽ ജീവനു വേണ്ടി ആളുകൾ പിടയ്ക്കുമ്പോൾ അത് മുഖാന്തരം ആ കാഴ്ചയിൽ ഒരു വൈകാരിക സുഖം ഇദ്ദേഹം അനുഭവിച്ചിരുന്നു. അങ്ങനെ സ്വന്തം ഭാര്യമാരെ സ്വന്തം കൈകൊണ്ട് കൊന്ന് ആസ്വദിച്ച മനുഷ്യൻ. ഇനിയും സ്വന്തം പെറ്റമ്മയെ ഇയാൾ സ്വന്തം കൈകൊണ്ട് കൊന്നയാളാണ്. സ്തോത്രം. കാരണം ഇരയുടെ മരണപ്പിടച്ചിൽ കൺമുൻപിൽ കാണുമ്പോൾ അതിലൂടെ ഒരു മാനസിക സുഖം അനുഭവിക്കുന്ന അവസ്ഥ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, മുളയിലെ അറിയാം വിളവിന്റെ കരുത്ത് എന്നല്ലേ, ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ കൊട്ടാരത്തിന്റെ ചുറ്റുമുള്ള തൊടിയിൽ ഓടിക്കളിക്കുന്ന സമയം ഇദ്ദേഹം തുമ്പികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, ചെറുജീവികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ ദേഹത്തോട്ട് കമ്പി കോർക്കും. അത് ജീവന് വേണ്ടി പെപ്രാളപ്പെട്ട് പെടയുമ്പോൾ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ പഠനത്തിൽ ഇദ്ദേഹം ശക്തനായിരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു വിദഗ്ധനായ ശില്പകലാ വൈദഗ്ധ്യമുള്ള ആളായി വളർന്നു. എന്നാൽ ക്രൈസ്തവരെ കൂട്ടമായി കൊല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ ഭീകരത കാണിച്ചത് ഈ നീറോയാണ്. അങ്ങനെ ഇരിക്കെ റോമാ പട്ടണത്തെ നയനമനോഹരമായി ഒന്ന് പണിയാൻ നീറോ തീരുമാനിച്ചു. അതുകൊണ്ട് വെങ്കൽ പ്രതിമ പോലെ ടൈബർ നദിയുടെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന റോമാ പട്ടണത്തിന്റെ ഒരു പ്ലാൻ താൻ തയ്യാറാക്കി. പക്ഷേ ഒരു തടസ്സമുണ്ട്. സാധുക്കളായ നിരവധി ആളുകൾ ഈ പട്ടണത്തിൽ പാർക്കുന്നുണ്ട്. അവരെ ഒഴിച്ചുവിടാതെ ഈ പട്ടണം പണിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പട്ടാപ്പകൽ റോമാ പട്ടണത്തിൽ അദ്ദേഹം തീ കൊടുത്തു. അങ്ങനെ കത്തി അമരുന്ന റോമാ പട്ടണത്തിൽ നിന്നും നിരവധി സാധുക്കളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും വെന്തമരുന്ന നിലവിളി മാനം മുട്ട ഉയരുമ്പോൾ ജനക്കൂട്ടം പ്രക്ഷോഭം സംഘടിപ്പിച്ച് കൊട്ടാരത്തിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടുക്കുകയാണ്. ആ സമയം നീറോയ്ക്ക് മനസ്സിലായി സംഗതി ഗതികേടാണ്. ഇദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ നീറോ. അദ്ദേഹം സംഗതി ഗതികേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്റെ രാജകിങ്കരന്മാരെ ഉപയോഗിച്ച് നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പരത്തി. ആ വാർത്ത എന്താണെന്ന് കേൾക്കണേ. സ്തോത്രം. ആ വാർത്ത, ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ മറ്റാരുമല്ല, ഭൂമി തീ കൊണ്ട് നശിപ്പിക്കപ്പെടും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവർ ഇവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു പരത്തി. അതോടുകൂടെ സാധാരണക്കാരുടെ വൈര്യനിര്യാതനം സഭയ്ക്ക് നേരെ, വിശ്വാസികൾക്ക് നേരെ തിരിഞ്ഞു. ക്രൈസ്തവ സഭാ ചരിത്രം കണ്ടതിൽ വെച്ചും ഏറ്റവും വലിയ കൂട്ടക്കൊല നടക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, തുറസായ അന്തരീക്ഷത്തിൽ ഇന്ന് നിങ്ങൾ കസേരയിൽ ഇരുന്ന് ഈ ജീവന്റെ വചനം കേൾക്കുമ്പോൾ ഇതിന്റെ പുറകിൽ സ്വന്തം പ്രാണൻ ത്യാഗം ചെയ്ത പൂർവകാല പിതാക്കന്മാരെ ഓർത്താൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല.
അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച് വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച് ശരീരത്തിന്റെ ഉദരഭാഗം പിളർന്നിട്ട് കുടൽമാല പുറത്തേക്കെടുത്ത് അതേ കുതിരയുടെ വാലിൽ കെട്ടി വഴി നീളെ കൊണ്ടു നടന്ന് വലിച്ചെഴച്ചു കൊന്ന് തലകീഴായി കാലുമാത്രം വൃക്ഷക്കൊമ്പിൽ കെട്ടിയിട്ടിട്ട് തലകീഴായി തൂക്കിയിട്ടിട്ട് ശരീരത്തിന്റെ തല മാത്രം കത്തിച്ച് ചാമ്പലാക്കത്തക്ക വിധം ചപ്പുചവറുകൾ കൂട്ടിയിട്ട് തല കത്തിച്ച് ചാമ്പലാക്കി വെട്ടിത്തിളയ്ക്കുന്ന എണ്ണ പാത്രങ്ങളിലിട്ട് വറുത്തു കോരി കുനിച്ചു നിർത്തി തിളങ്ങുന്ന പടവാള് കൊണ്ട് കഴുത്ത് വെട്ടിയരിഞ്ഞ് വന്യമൃഗങ്ങൾ കൂണിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് ക്രൈസ്തവരെ ക്രൂരമായി കൊല്ലുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹം ആസ്വദിച്ച ഒരു കൊലപാതക രംഗമുണ്ട്. അതാണ് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു താല്പര്യം തോന്നി, തനിക്ക് മരണരംഗം ആസ്വദിക്കണം. കൊലരംഗം കാണുമ്പോൾ കുറ്റവാളിയുടെ മരണവെപ്രാളത്തിന് മുൻപിലാണല്ലോ ഇദ്ദേഹത്തിന് സുഖം അനുഭവിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇദ്ദേഹം ചെയ്തു കേൾക്കണോ, അദ്ദേഹം റോമൻ കൊട്ടാരത്തിന്റെ അതേ പരിസര വളപ്പുകൾ മുഴുവൻ ഇരുമ്പ് തൂണുകൾ നാട്ടിച്ചിട്ട് അതിൽ ക്രൈസ്തവരെ മെഴുകുശീലകൾ ചുറ്റിക്കെട്ടി നിർത്തി. നൂറുകണക്കിന് ക്രൈസ്തവരുടെ ശരീരങ്ങൾ മെഴുകുശീലകൾ ചുറ്റിക്കെട്ടി തൂണായി നിർത്തിയതിനു ശേഷം അവസാനം ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞ് സകലരെയും പുറത്തിറങ്ങിയിട്ട് പൂർണ്ണ വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ഒരേ സമയം ക്രൈസ്തവരുടെ ഈ മെഴുകുശീലയ്ക്ക് തീ കൊടുക്കുമ്പോ ജീവനുള്ള മെഴുകു പന്തങ്ങൾ ശരീരം പെടച്ച് അവരുടെ ശരീരം ഇങ്ങനെ കോഷ്ടി കാട്ടുന്ന സമയത്ത് മരണവെപ്രാളം കൊള്ളുന്ന ക്രൈസ്തവ രക്തസാക്ഷികളുടെ ഇടയിലൂടെ വിവസ്ത്രനായി താൻ നടന്നിട്ട് അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു എന്നാണ് ചരിത്രം. അപ്പൊ നിങ്ങൾക്ക് ഭീകരത ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രത്യേക ഭീകരത നടക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് ഒരു പരാമർശനവും പ്രവർത്തികളുടെ പുസ്തകം നൽകുന്നില്ല. ഇനിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം, നീറോയുടെ കൽപ്പനയിലാണ് ധന്യനായ പൗലോസ്ലീഹയെ കൊല്ലുന്നത്. നമുക്കറിയാം, കർപ്പോസിന്റെ വീട്ടിൽ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമായി താൻ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയം ഉടുതുണിക്ക് മറുതുണി എടുക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചു. വിസ്താരത്തിന് വേണ്ടി ഒരു വാടക വീട്ടിൽ പാർക്കാൻ അവസരം കിട്ടിയെങ്കിലും അവസാനം ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹയിൽ, ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നുമുള്ള മർമാട്ടിൻ ഗുഹയിൽ ഈ കർത്തൃദാസനെ ഇട്ടിരിക്കുകയാണ്. ഏതാണ്ട് 15 അടി 16 അടി കുത്തനെ താഴ്ച ഈ ഗുഹയ്ക്കുണ്ട്. മുകളിൽ ഒരു ഇരുമ്പ് കരിങ്കൽ പാളി കൊണ്ടാണ് അടയ്ക്കുക. മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് വേണ്ടിയും അപ്പക്കഷണം ഇട്ടുകൊടുക്കാനും ഒരു കൊച്ചു ദ്വാരം മുകളിലുണ്ട്. ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന ഒരു കൊച്ചു കൽക്കഷണമുണ്ട്. ആ കൽക്കഷണത്തിലോട്ട് കയറിയിരുന്നാണ് ഈ കർത്തൃദാസൻ കത്തെഴുതുന്നത്. നിങ്ങൾ ഓർക്കണം, മരണം ഒരു വിളിപ്പാടകലെ കൺമുൻപിൽ വന്ന് നിൽക്കുകയാണ്. തന്റെ മരണസ്ഥലം തനിക്ക് മനസ്സിലായി, തന്റെ മരണവിധം തനിക്ക് മനസ്സിലായി, എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തന്റെ മരണത്തെ പാനീയ യാഗബലി എന്ന് താൻ സൂചിപ്പിച്ചു. എന്താ കാര്യം? യാഗമൃഗത്തിന്റെ ചോര കൊല്ലാൻ ഉപയോഗിക്കുന്ന പീഠത്തിന്റെ ചുവട്ടിൽ, യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുകി വീഴും. അതുകൊണ്ട് തന്നെ തന്റെ മരണം തന്നെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പീഠത്തിന്റെ ചുവട്ടിലേക്ക് തന്റെ കഴുത്തു മുറിയുന്ന ചോര ഒഴുകി വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മരണത്തെ പാനീയ യാഗബലി എന്ന് ഈ ദൈവദാസൻ സൂചിപ്പിച്ചു. ഒടുവിൽ മരണ ദിവസം അടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ വലിയ മരണത്തോടടുക്കുന്ന സമയം അസ്ഥി കൊച്ചുന്ന, മാംസം മരവിക്കുന്ന കൊടും ശൈത്യം യൂറോപ്പിൽ അടുത്തു വരികയാണ്. ഈ പ്രത്യേക സമയത്ത് താൻ വളരെ വേദനയോടെ താൻ ഒരു പ്രത്യേക കാര്യത്തിനായി കൊതിച്ചു, പുതപ്പിനായി കൊതിച്ചു. അങ്ങനെ അവസാനം താൻ, ദൈവത്തിന് സ്തോത്രം, ആ കല്ലിലോട്ട് കയറിയിരുന്ന് മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽ ചുരുൾ നിരത്തിവെച്ച് ആത്മാവിൽ കുറിച്ച വചനം എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ
വചനം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. എത്ര കൊടിയ പോരാട്ടങ്ങൾ നിന്നെ കുറിച്ച് എതിരെ ഉയർന്നാലും എന്റെ ദൈവം നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നീ പൊട്ടായി പറ്റിപ്പിടിച്ചു വളരുന്നതിന് മുൻപ് നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ ഒരു ദുഷ്ടശക്തികളുടെ കൈകളിൽ വിട്ടുകൊടുക്കാതെ നിന്നെ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഓട്ടം നിന്റെ ആയുസ് കൊണ്ട് പൂർത്തിയാക്കത്തക്ക വിധത്തിൽ അദൃശ്യമായ കരം ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുമ്പോൾ ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഇവിടെ ഒഴുകുന്നുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഘോര പോരാട്ടങ്ങൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ തല ഉയർത്തിയാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ തച്ചുടയ്ക്കത്തക്ക വിധം നിനക്കെതിരെ പല്ലിടിച്ചു നിൽക്കുന്ന യോർദാന്റെ കുത്തൊഴുക്കുകൾ എത്ര ശക്തമാണെങ്കിലും എന്നെ കുറിച്ച് എന്റെ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതികൾ പൂർണ്ണമാക്കുന്നത് വരെ എന്റെ ജീവന്റെ പുറകിൽ അവിടുത്തെ കരം ചലിക്കുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, അത് പൂർത്തിയാക്കാതെ എന്റെ ആയുസ്സിനെ മുറിക്കാൻ ദൈവം അനുവദിക്കയില്ല. ഒരിരുട്ടിന്റെ ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത എന്റെ ദൈവത്തിന്റെ അനാദി നിർണയം. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. അകം കത്തുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോടാണ് സംസാരിക്കുന്നത്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എന്റെ യേശുവിന്റെ കാൽവറി മരണത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി ഉന്നതാനിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. എത്ര വലിയ ക്യാൻസറിന്റെ ആക്രമണത്തിനും, എത്ര കൊടിയ ആക്സിഡന്റുകളുടെ പോരാട്ടത്തിനും, എത്ര വലിയ ജീവനെതിരെയുള്ള യുദ്ധങ്ങൾക്കും നിന്റെ വാഗ്ദത്തത്തെ തച്ചുടയ്ക്കേണ്ടതിന് നിനക്കെതിരെ ഉയർന്നു വരുന്ന നീ സ്നേഹിച്ചവരുടെ നിനക്കെതിരെയുള്ള കരുതി കൂട്ടിയ കരുനീക്കത്തിനും എന്റെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ കഴിയുകയില്ല, 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 കഴിയുകയില്ല എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ വചനത്തിന്റെ മുൻപിൽ നിന്ന് രാത്രി ശബ്ദമുയർത്തി ശിരസുന്നമിപ്പിച്ച് പറയണം, എന്നെ കുറിച്ച് ആർക്കുമില്ലാത്തൊരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിനുണ്ട്. നിങ്ങൾക്കറിയാമോ, ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാണ് ഈ കർത്തൃദാസന്റെ കൈകളിൽ മോനെ പുതപ്പിഞ്ഞു കൊണ്ടുവരണേ, കൊടും ശൈത്യം അടുത്തു വരുന്നു എന്നുള്ള കത്ത് കിട്ടുന്നത്. കർപ്പൂസിന്റെ വീട്ടിൽ ചെന്ന് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഒരു കെട്ടായി വാരിക്കെട്ടി ദിവസങ്ങൾ പിന്നിട്ട് റോമിലെത്തി. തിരക്കി. പൗലോസ് എന്ന ഒരാൾ ദീർഘമായ നെറ്റിത്തടവും ഉയർന്ന നാസികയും ശരീരത്തിൽ പീഡനതാടനങ്ങളുടെ പാടും ബലഹീനത ബാധിച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ. ചരിത്രത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള നഖചിത്രം എന്തുമാകട്ടെ അറിയുമോ ആർക്കെങ്കിലും? അങ്ങനിരിക്കെ ഒരു സഹതടവുകാരൻ പറഞ്ഞു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ. നിന്റെ അപ്പനായിരുന്നു പൗലോസ്? അതെ. നിന്നെ ഓർത്തെന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. തൊട്ടടുത്ത ഗുഹകളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മകൻ തിമത്തിയോസ് വരും, അവൻ വരാതിരിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. നിന്നെ ഏൽപ്പിക്കാൻ ഒരു കെട്ടു സാധനങ്ങളും ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ഒരു ദുഃഖ സത്യം നീ അറിയണം. ഇന്ന് രാവിലെ നീ എത്തിച്ചേർന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശിരച്ഛേദം റോമൻ ഗവൺമെന്റ് നടത്തിക്കഴിഞ്ഞു. എന്റെ മുൻപിലിരിക്കുന്ന ഈ മക്കൾ ഞാൻ ചോദിക്കട്ടെ, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? 29 പട്ടണങ്ങളിലും 30-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്നൊരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തി നിരവധി സഭകളെ നനച്ച ആ കർത്തൃദാസന് പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോകാതെ നിത്യ വീട്ടിലെത്തി. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഒന്നും വെട്ടിപ്പിടിച്ചില്ലെങ്കിലും നിന്റെ നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തിയാൽ അതാണ് ഭാഗ്യം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടുന്ന് ശബ്ദം ഉയർത്തി പറയണം, എന്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകരുത്. നിങ്ങൾക്കറിയാമോ, വന്നയാളിന്റെ വിശകലനത്തിൽ നടന്ന സംഭവം ഇങ്ങനെയാണ്. മാസത്തിൽ ഒരിക്കൽ ഒരു പിരമിഡിന്റെ ചുവട്ടിൽ ഒരു ചന്ത നടത്താറുണ്ട്. മതപരിവർത്തനം ഭയപ്പെടുത്തി തടയണം എന്ന ലക്ഷ്യത്തോടുകൂടെ അന്നത്തെ ദിവസം കുല നടത്താൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരുന്നു.
10 പടയാളികളാണ് ഈ കുലയ്ക്ക് ഈ ജയിലിന്റെ കരയിലെത്തിയത്. ഒരു കയറിന്റെ സഹായത്തോടെ ഇദ്ദേഹത്തെ വലിച്ച് കരയിൽ കയറ്റി. 5 പടയാളികൾ ഒരു വശത്ത് നിരന്നു, 5 പടയാളികൾ മറുവശത്ത് നിരന്നു. നടുക്കി കർത്തൃദാസനെ ചങ്ങലക്കിട്ടു. എന്നിട്ട് 2.5 മൈൽ നടന്നു നീങ്ങണം. അവിടെയുള്ള ഒരു പരസ്യ സ്ഥലമുണ്ട്, ജംഗ്ഷനുണ്ട്. അവിടെ 4 അടി പൊക്കമുള്ള ഒരു കൽത്തൂണ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലോട്ട് തല ചായച്ചു വെച്ച് ഒരു കറുത്ത തുണി കൊണ്ട് തല മൂടിയിട്ട് സദസ്സിനെ സാക്ഷി നിർത്തി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് പരസ്യമായി കഴുത്ത് വെട്ടി മാറ്റുക. ഇതാ ഈ കർത്തൃദാസൻ കൊല നിലത്തേക്ക് നീങ്ങുക. ഈ ചെറിയ 10 പേർ ഉൾക്കൊള്ളുന്ന സൈന്യ സംഘം നേരെ പിരമിഡിന്റെ ഭാഗത്തോട് കയറി. പിരമിഡിന്റെ ഭാഗത്ത് കയറിയപ്പോൾ അവർ മുഴുവൻ പുറകിൽ കൂടി റോമൻ ദേവന്മാരെ പുകഴ്ത്തിയും ക്രൈസ്തവ വിശ്വാസത്തെ ഇകഴ്ത്തിയും മണ്ണുവാരി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടും ഇലത്തലപ്പ് പറിച്ചെറിഞ്ഞുകൊണ്ടും കൊന്നുകള ജീവിച്ചിരിക്കാൻ സമ്മതിക്കരുത് എന്ന് അലറിക്കൊണ്ട് പുറകെ അടുക്കുമ്പോൾ പടയാളികളുടെ നടുവിൽ ചങ്ങലയ്ക്കിടപ്പെട്ടവനായി ഈ കർത്തൃദാസൻ നടന്നു നീങ്ങുന്ന കാഴ്ച എന്റെ സദസ്സൊന്ന് ശ്രദ്ധിച്ച് കാണണം. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഞാൻ ഇന്ന് രാത്രി ഉന്നത്താനിയിൽ നിന്നൊന്ന് കണ്ണുയർത്തി നോക്കുകയാ. പരിഭവം ലവലേശമില്ല, പരാതി ഒട്ടുമില്ല. തല താഴ്ത്തിയ ഒരു പരാജിതനെ പോലെയല്ല, തല ഉയർത്തിയ ഒരു ജയാളിയെ പോലെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ ഉൾക്കണ്ണുകളിൽ ആ ദർശനം പകരട്ടെ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ കർത്തൃദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് അരുളി ചെയ്ത രക്ഷകനെ മുഖത്തോട് മുഖം കണ്ട് അവന്റെ മാർവിൽ ചാരുന്ന മിനിറ്റുകൾ അടുത്തു വരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളെ, നിങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഈ കർത്തൃദാസൻ 3-ാം സ്വർഗത്തോടും എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ യേശുവിനെ കണ്ടവൻ നേരിട്ട് കാണാൻ മിനിറ്റുകൾ അടുക്കുന്നതിനാൽ അന്യഭാഷകളിൽ സംസാരിച്ച് അദ്ദേഹത്തിന്റെ പാദത്തിന് വേഗത കൂടി. ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ അകത്തിന് രാത്രി ദർശനം വ്യാപരിക്കണം. ഒന്നും നഷ്ടമായാലും നിത്യത കൈവിട്ടു പോകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ പരിഭവത്തോട് വിട പറഞ്ഞിട്ട് എന്നെ നടത്തിയ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതെന്നോർത്ത് ഈ രാത്രി ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ചില മുഖങ്ങളിൽ ഈ രാത്രി ദൈവ തേജസ് വ്യാപരിക്കുന്നു. ചില സ്ഥിരകളിൽ ഇന്ന് രാത്രി ആത്മവ്യാപാരം ജ്വലിച്ചു കത്തുന്നു. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലും പുറത്തും സോഷ്യൽ മീഡിയയിലും ഞങ്ങളെ കേൾക്കുന്നവരുടെ ശരീരത്തിന്റെ മേൽ ദൈവാത്മാവ് രാത്രി പകരുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ദൈവാത്മാവ് രാത്രി പണിതെടുക്കുന്നു. ഇത് ആ അഭിഷിക്തൻ, ആ വൃദ്ധൻ നടന്നു നീങ്ങി ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിലെത്തി. മുട്ടുകുത്താൻ ആരാച്ചാർ കൽപ്പിച്ചു. മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ തല കൽത്തൂണിന് മുകളിലേക്ക് വെച്ചു. ആരാച്ചാറിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഒന്ന് കയറി ഇറങ്ങി. ആ തല, ആ ശരീരം പുറകോട്ട് മലച്ചപ്പോൾ ആ തല ചരിത്രമായി പറയുന്നത് 3 അഭൗമമായ ഒരു തേജസ് പ്രസരിപ്പിച്ചുകൊണ്ട് കുതിച്ചു മറിഞ്ഞു. ആ ദൈവവൃത്യൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയായി. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത ചോദിക്കട്ടെ, എന്ത് നേടി? ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോയില്ല. ഇത് ആ കാലഘട്ടത്തിലെ ഒരു ശ്രദ്ധേയ സംഭവമാണ്. പക്ഷെ ഇവിടെ ഈ സംഭവത്തെ കുറിച്ച് ഒരു പരാമർശനവുമില്ല. ഇനി 3ാമത്തെ ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് യെരൂശലേം ദൈവാലയത്തിന്റെ വിനാശം. തങ്കക്കുട കെട്ടിടം പോലെ, കനക കൊട്ടാരം പോലെ പണിതുയർത്തി നിൽക്കുന്ന യെരൂശലേം ദൈവാലയം, അതിന്റെ ഒരു വെളിപ്പാടകലെ ടൈറ്റസിന്റെ സൈന്യം വന്ന് നിൽക്കുകയാണ്. ജോസീഫസ് എന്ന എഴുത്തുകാരൻ കൂടെ ഉണ്ടായിരുന്നതിനാൽ ദേവാലയത്തെ പിടിച്ച് തന്റെ സ്ഥിര സ്മാരകമാക്കാൻ ഉപദേശിച്ചു. അതുകൊണ്ട് തന്നെ ദേവാലയം തീവത്തിക്ക് വയ്ക്കരുത് എന്നായിരുന്നു കൽപ്പന. പക്ഷേ കൽപ്പന തെറ്റിദ്ധരിച്ചൊരു പടയാളി ഒരു അരക്ക് പന്തം ചുഴറ്റിയെറിഞ്ഞു. അത് ദേവാലയത്തിന് മകുടക്കൂടിൽ പറന്നു പറ്റി. ദേവാലയം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റസ് പറഞ്ഞു, അല്ല, നിർത്ത്, എന്റെ പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കിയ ദേവാലയം ക്ഷേത്രം നിർത്തണം. അതുകൊണ്ട് തീകെടുത്താൻ സൈന്യങ്ങൾ അന്തരാലയത്തിലേക്ക് ഓടിക്കയറി. പക്ഷേ വിപ്ലവകാരികൾ അകത്തുണ്ടായിരുന്നത് കൊണ്ട് സൈന്യത്തിന്റെ മേൽ ചാടി വീണു, ആക്രമണം ആരംഭിച്ചു. 5000-ത്തിലധികം യഹൂദന്മാരുടെ ഡെഡ് ബോഡികൾ ദേവാലയത്തിന്റെ ചുറ്റും ചിതറി വീണു. സൈന്യം ഒന്നിനു പുറകെ ഒന്നായി
തീപ്പന്തങ്ങൾ എറിഞ്ഞ് യേശു കൽപ്പിച്ചതുപോലെ അത് കത്തിത്താഴുന്ന സമയം നിലവിളിച്ചുകൊണ്ട് ഉടവാൾ വലിച്ചെറിഞ്ഞ് തന്റെ ശരീരത്തിൽ കിട്ടിരിക്കുന്ന രാജകീയ വേഷം പറിച്ചു കീറി ടൈറ്റസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. ഞാനൊരു ദൂത് ഇന്ന് രാത്രി പറയാം. ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എന്റെ ദൈവം ഇടിക്കാൻ അനുവദിച്ചാൽ പണിയാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെയില്ല. എന്നാൽ എന്റെ ദൈവം പണിയാൻ കരമുയർത്തിയാൽ, ആരൊക്കെ ഇടിക്കാൻ കരമുയർത്തിയാലും എന്റെ ദൈവത്തിന്റെ പണിയെ തടയാൻ കഴിവുള്ള ഒരു ശക്തിയും ഇവിടെയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം: എന്റെ ദൈവമാണ് ഇടിക്കാൻ അനുവദിച്ചതെങ്കിൽ പണിയാൻ പ്രാപ്തിയുള്ള ഒരുത്തനും ഈ തലമുറയിലില്ല. ഇതും ഗൗരവമേറിയ ചരിത്രത്തിന്റെ നാഴികക്കല്ലാണ് യെരൂശലേം ദൈവാലയ വിനാശം. അപ്പോൾ നോക്കുക, നീറോയുടെ ഭരണം 1, ധന്യനായ പൗലോസിന്റെ രക്തസാക്ഷിത്വം 2, യെരൂശലേം ദൈവാലയത്തിന്റെ വിനാശം 3. ഈ 3 സംഭവങ്ങൾ ഒരു വാക്കിൽ പോലും സൂചിപ്പിക്കാതെ പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം AD 68 മുൻപ്, കുറച്ചുകൂടെ പുറത്തു പോയാൽ AD 62 മുൻപ് അഥവാ 50കളോടടുത്ത കാലഘട്ടത്തിൽ ഇതാ പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീർന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്ര വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി നിൽക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് അഭിമാനത്തോടെ പറയട്ടെ, റാന്നിയുടെ ചരിത്രത്തിൽ സ്തോത്രം, നമുക്കറിയാം ഇവിടെ അടുത്തൊരു യഹൂദ കോളനി ഉണ്ടായിരുന്നുവെന്നും നിരണത്തു നിന്നും തോമാസ് ശ്ലീഹ കാൽനടയായി നിലയ്ക്കലെത്തി സുവിശേഷം സംസാരിച്ചിരുന്നുവെന്നും ചരിത്രരേഖകൾ പറയുമ്പോൾ, പറപ്പറ്റങ്ങളുടെയും വിക്രമ പുലിത്തേവരുടെയും ആക്രമണത്തിൽ ഇവിടെയുള്ള ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നതിന് മുൻപ് ശബരിമല മേഖല ആളുകളുടെ സ്ഥിരവാസ കേന്ദ്രമായിരുന്നുവെന്നും ബുദ്ധവിഹാരങ്ങൾ നിലനിന്നിരുന്നെന്നും പറയുമ്പോൾ AD 52 സ്തോത്രം അദ്ദേഹം ഇവിടെ എത്തിയത് ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ ആ കാലഘട്ടത്തോടനുബന്ധിച്ച് എഴുതി തീർത്ത പുസ്തകമാണ് പ്രവർത്തികളുടെ പുസ്തകമെങ്കിൽ അന്ന് സുവിശേഷത്തിന്റെ ശബ്ദം നമ്മുടെ നാട്ടിലെത്താൻ ദൈവം കൃപ പകർന്നല്ലോ എന്നോർത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ, പ്രത്യേകിച്ച് ഉന്നതാരിയുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം: ഞങ്ങളുടെ നാട്ടിൽ ഇത് ലഭിക്കാൻ എന്റെ ദൈവം ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നോക്കുക, ഈ പ്രവർത്തികളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ വാഗ്ദത്തത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. 2-ാം അധ്യായം പരിശുദ്ധാത്മാവരോഹണമാണ്. 3-ാം അധ്യായം പത്രോസും യോഹന്നാനും ഇറങ്ങിച്ചെല്ലുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഒരു മനുഷ്യൻ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. കാലുകളിൽ സ്വാധീനമില്ല, അസ്ഥിഘടനകൾ തകർന്നതാണ്. ഈ ദൈവഭൃത്യന്മാർ ഇങ്ങനെ പറഞ്ഞു: വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ആ കാതുകളിൽ വീണ ജീവന്റെ വചനം ആന്തരിക അവയവങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കാലുകളെ ബലഹീനമാക്കി വെച്ചിരിക്കുന്ന രക്തധമനികളുടെ ഭാഗങ്ങളിലേക്ക് ആത്മാവിൽ ഇറങ്ങിച്ചെന്ന് ആ രോഗത്തിന്റെ കെട്ടഴിച്ച് ഈ ബലഹീനനായ 40 വയസ്സുകാരനെ ദേവാലയത്തിന്റെ കവാടത്തിൽ തുള്ളിച്ചാടിച്ച ജീവന്റെ വചനം ഇന്ന് രാത്രി ഇവിടെ ശക്തിയോടെ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ബലഹീനതകൾ കിടക്കുന്ന ബന്ധനത്തിലേക്ക് ആത്മമണ്ഡലത്തിൽ ഇറങ്ങിച്ചെന്ന് ആ രോഗത്തിന്റെ കെട്ടഴിച്ച് നിന്നെ സ്വതന്ത്രരാക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി. ഈ 40 വയസ്സുകാരൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ സകലരും അടിയാടി ഇളകി. ദൈവത്തിന് സ്തോത്രം. ഇളകി എതിർക്കാൻ എഴുന്നേറ്റപ്പോ പത്രോസും യോഹന്നാനും ഉൾപ്പെടെയുള്ളവർ തടവിലായി. ആ ഘോര പോരാട്ടത്തിന് നടുവിൽ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്രമേയം പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു. സത്യം. ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ പുറകോട്ട് നോക്കിയിട്ട്
ഇതെന്റെ ജീവിതത്തിൽ ദുരന്തമായി സംഭവിച്ചല്ലോ എന്നോർത്ത് വേദനിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കാര്യപരിപാടി എന്റെ ജീവന്റെ പുറകിൽ ഉണ്ടായിരുന്നതിനാൽ സംഭവിക്കാൻ ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പരിശോധനകളെ കണ്ട് നിലവിളിക്കില്ല. അതിനെ കണ്ടിട്ട് സ്തോത്രം ചെയ്തിട്ട് പറയും, ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് ദൈവത്തിന് ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിന്റെ വില നിത്യതയിൽ തെളിയുന്ന ദിവസം വരുന്നു എന്ന് ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിന്ന് ഞാൻ ആത്മനിയോഗത്തോടെ ദൂത് വിളിച്ചു പറയുകയാണ്. നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കളെക്കാൾ നീ അനുഭവിച്ച മുള്ളുകൾക്കായിരിക്കും നിത്യതയിൽ നീ പ്രതിഫലം ഏറ്റുവാങ്ങുന്നതെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ശിരസുന്നമിപ്പിച്ച് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും തച്ചുടയ്ക്കാൻ കഴിയാത്ത ഒരു ദൈവ പദ്ധതി നിന്റെ ജീവനെ കുറിച്ച് എന്റെ ദൈവത്തിനുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ വചനം വിളിച്ചു പറയുന്നത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ വചനത്തോടൊപ്പം ഞാൻ വിളിച്ചു പറയട്ടെ, അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലെ, നീ ഈ ഭൂമിയിൽ ഒരു പേരിൽ ജനിച്ചു വീഴുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ നിന്നെ കുറിച്ച് എന്റെ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യപരിപാടി അനുസരിച്ചാണ് നിന്റെ ജീവിതം ഇന്ന് രാത്രി നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് ആക്സിഡന്റ് അല്ല, ഇത് ആക്സിഡന്റ് അല്ല. ഈ അനർത്ഥത്തിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അതിൽ തന്നെ തിന്മയാണെങ്കിലും എന്റെ ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ ചലിച്ചാൽ ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ അത് നന്മയാക്കി പരിണമിപ്പിക്കുന്ന ഒരു കരത്തെ ഈ രാത്രി വിശ്വാസ കണ്ണുകളാൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ചില വ്യക്തികളോട് പറയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ മുഴക്കുന്ന ദൂതിതാണ്, നിന്റെ ജീവിതത്തിലെ ആക്സിഡന്റുകളുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി പരിണമിക്കും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന സംഭവങ്ങളെ അവസാനത്തെ അധ്യായത്തിൽ നന്മയ്ക്കാക്കി മാറ്റും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ആ കരമങ്ങളെന്ന് ഉയർന്നിരിക്കട്ടെ ദൈവമക്കളെ, കരമെന്ന് ഉയർന്നിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ തിന്മ നന്മയ്ക്കായി മാറും, ഈ തിന്മ നന്മയ്ക്കായി മാറും, ഈ തിന്മ നന്മയ്ക്കായി മാറും. ദൈവ സാന്നിധ്യം അത് ഒഴുകിയിറങ്ങുന്ന ഈ രാത്രി മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആത്മാവിൽ പറയുന്നു, നിന്നെ നിത്യതയിൽ കറപറ്റാതെ എത്തിക്കാൻ എന്റെ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിച്ച ചില ശോധനകളാണെങ്കിൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ഒരു തലകുനിച്ചൊരു പരാജിതനെ പോലെ ഇരുന്ന് ഞരങ്ങിക്കൊണ്ട് പോകാനല്ല, ആത്മാവിൽ ബലത്തോടെ പറയണം, ഇന്ന് രാത്രി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോധന ഇതിൽ തന്നെ തിന്മയാകില്ല. എന്റെ ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ ഉയർന്നിരിക്കുന്നത് കൊണ്ട് അത് നന്മയ്ക്കായി പരിണമിക്കാൻ പോകുകയാണ്. ജോസേഫെ കാരാഗ്രഹവും പൊത്തിപ്പേറിന്റെ വീടും ചെയ്യാത്ത കുറ്റത്തിന്റെ ദുരാരോപണങ്ങളും തുണിത്തുണ്ട് ഉയർത്തിയ ദുഷ്ടയായ സ്ത്രീയുടെ തെളിവ് നിരത്തലുമൊക്കെ അതിൽ തന്നെ തിന്മയാണെങ്കിലും എന്റെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ വ്യാപരിച്ചാൽ നിനക്ക് ശത്രു ഒരുക്കിയ ഈ കുഴികളെ മുഴുവൻ വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറാൻ ഒരു രാജപാതയുടെ സ്റ്റെപ്പാക്കി മാറ്റാൻ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തിന്മയെ എന്റെ ദൈവത്തിന്റെ കരം ഉയർത്തിയാൽ ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയാക്കി മാറ്റത്തക്ക വിധം ഒരു കരം ജീവന്റെ പുറകിൽ ആ തിരശീലയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, എന്റെ തിന്മയ്ക്ക് പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ സകലതും നന്മയ്ക്കായി. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. സ്വർഗം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വചനം പറയുന്ന ആ വാക്യം ഒന്നുകൂടെ ചെവി തുറന്ന് കേൾക്കണം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ബാക്കി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്
സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. സകലതും നന്മയ്ക്കല്ല, സകലതും തിന്മയ്ക്ക് തന്നെ സംഭവിക്കുന്ന തിന്മ തന്നെയാണ്. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരു ബൈബിൾ കോളേജിൽ ഒരു ദൈവദാസൻ ഈ ഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വേദവിദ്യാർത്ഥി ചോദിച്ചു, സാറേ ആ വാക്യം ശരിയാണോ സാറേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പോ ക്യാൻസറും ആക്സിഡന്റും എല്ലാം നന്മയ്ക്കാണോ? അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി കേൾക്കണോ? കുഞ്ഞെ, ഈ തീരത്ത് നിനക്ക് തിന്മയാണെന്ന് തോന്നിയാലും ഒരു ദിവസം നിത്യതയുടെ തീരം നീ അണയുമ്പോൾ, നീ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, നീ അറിയാത്ത ഒരു നന്മ ആ തിന്മയുടെ പുറകിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ അനുഭവിക്കുന്ന കൊടിയ വിഷയത്തിന് നടുവിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ വാഗ്ദത്തത്തെ തകർക്കത്തക്ക വിധം എതിരെ ഉയരുന്ന ഘോര കൊടുങ്കാറ്റുകൾ എത്ര പ്രബലമാണെങ്കിലും എന്റെ ദൈവം അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്ന ഒരധ്യായം വ്യാപരിക്കാൻ പോകുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഇന്നത് തിന്മ തന്നെ, പക്ഷേ ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയാകും. ഞാൻ ചോദിക്കട്ടെ, മീൻകറി വെക്കുന്ന സഹോദരിമാരാണല്ലോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ, നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന വിഭവം. പിന്നെ പുരുഷന്മാരായ ഞങ്ങളും വെക്കും. ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം വേണ്ടി വന്നാൽ നമ്മളും മീൻകറി വെക്കും, അല്ലേ? സ്തോത്രം. നമുക്കറിയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഈ മീൻകറിക്കകത്ത് വേണമെന്ന്. എന്തൊക്കെ വേണം? സ്തോത്രം. ഇത് തിരുവനന്തപുരം ഭാഗത്ത് എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഭാഗമായിരിക്കും. എങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു പൊതു തത്വത്തിൽ പറഞ്ഞാൽ മീൻകറിക്കകത്ത് മുളക് പൊടി വേണം. അറിയാം, കഴിച്ചിട്ടേ ഉള്ളൂ, കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് വലിയ പരിചയമില്ലേലും പറഞ്ഞു കേട്ടിട്ടുള്ള മനസ്സിലാക്കി. ഇഞ്ചി വേണം, അല്ലേ? സ്തോത്രം. വെളുത്തുള്ളി വേണം, അല്ലേ? വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, മുളക് പൊടി വേണം, ഇനിയും കൊടംപുളി വേണം. അത് ഓരോ സ്ഥലങ്ങളിൽ വ്യത്യാസം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, 1/2 കിലോ വെളുത്തുള്ളി വായിലിട്ട് ചവച്ചരച്ച് ആസ്വദിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? കുറച്ച് മുളക് പൊടി കൊറിക്കാൻ ചിപ്സ് കിട്ടുന്നത് പോലെ വായിലോട്ടിട്ട് നുണയുന്ന എത്ര പേരിനകത്തുണ്ട്? സ്തോത്രം. എത്ര പേരുണ്ട്? മുളക് പൊടി അതിൽ തന്നെ വല്ലാത്ത ക്രാണഭാവമുള്ളതാണ്. വെളുത്തുള്ളി അതിൽ തന്നെ അരുചി നിറഞ്ഞതാണ്. അതിൽ തന്നെ അത് സുഖമല്ല. പക്ഷേ അത് മീൻ കഷണത്തോടൊപ്പം ആ പാത്രത്തിനകത്ത് കൃത്യം അനുപാതത്തിൽ തിളച്ച് ചാറ് കുറുകുമ്പോ, പരിണമിക്കുമ്പോൾ, സ്തോത്രം, ഓർക്കുക, അത് വായിൽ കപ്പലോടിക്കാം എന്ന് പറയത്തക്ക വിധത്തിൽ പരിവർത്തിക്കുന്നത് പോലെ നിന്റെ തിന്മ അതിൽ തന്നെ തിന്മയാണെങ്കിലും എന്റെ ദൈവത്തിന്റെ ബലിഷ്ഠകരം അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് രാത്രി സ്തോത്രം പറയാൻ നിയോഗമുള്ള ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി വിളിച്ചു പറയണം, എന്റെ ദൈവത്തിന്റെ ബലിഷ്ഠകരം അതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ തിന്മയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ ആ തിന്മയ്ക്കകത്തുകൂടെ നന്മയുടെ രാജപാത വെട്ടിത്തുറക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി കണ്ണടച്ചുറങ്ങരുത്. ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന തിന്മയുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, 5 കൂട്ടം കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ. 5 കൂട്ടം കാര്യം നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ മുന്നറിഞ്ഞവരെ, ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞേ, മുന്നറിവ് ഒന്ന് പറഞ്ഞേ. ഞാൻ ഇന്ന് രാത്രി ഒഴുകിക്കേറി വന്നതല്ല. കഴിഞ്ഞ പ്രളയ സമയത്ത് അത്തിക്കയം ആറ്റിൽ വെള്ളം പൊങ്ങിയപ്പോൾ കരയ്ക്ക് റവന്യൂ വസ്തുവിൽ അടിഞ്ഞ് വലുതായി വളർന്ന ഒരു ആഞ്ഞിലിത്തടി പോലെ വന്യമായി വളർന്നവനല്ല ഞാൻ. എന്റെ ദൈവത്തിന്റെ നിർണയപ്രകാരം അവിടുന്ന് തവാരണയിൽ നിന്ന് കൊണ്ടുവന്ന് എന്നെ തടമെടുത്ത് നട്ടതാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കൈകെട്ടി വാപൂട്ടി ഇതിനകത്ത് ഇരിക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ മുന്നറിയപ്പെട്ട ദൈവപൈതലാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം നിന്റെ മേൽ വ്യാപരിക്കുന്ന
വ്യാപരിക്കുന്ന പ്രത്യാശയുടെ ശക്തി എത്ര വലുതാണെന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഈ രാത്രി ഒരു അസാധാരണ ആത്മവ്യാപാരം നിന്റെ സ്ഥിരകളുടെ മേൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവി രാത്രി പറയുന്നു, നീ സാധാരണക്കാരിയല്ല, നീ സാധാരണക്കാരനല്ല, നിന്നെ പാട്ടത്തിനെടുത്തതല്ല, നിന്നെ ചിട്ടിക്ക് പിടിച്ചതല്ല, നിന്നെ ലേലത്തിന് കൊണ്ടുവന്നതല്ല, നീ വഴിവക്കിൽ വന്യമായി വളർന്നതല്ല. എന്റെ ദൈവം നിന്നെ മുന്നറിഞ്ഞ ദൈവപൈതലാണ്. ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാർ അതിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു, പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി പറയാം, എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തെ കമ്പ്യൂട്ടറിന്റെ സീറ്റിലിരുന്നു കൊണ്ട് തിരുവല്ല മുതൽ ഡൽഹി വരെ ഒരു സീറ്റ് അടുത്ത മാസം 15-ാം തീയതിക്ക് നിങ്ങൾ കേരള എക്സ്പ്രസിനോ ഏതെങ്കിലും ട്രെയിനിനോ ബുക്ക് ചെയ്താൽ നിങ്ങൾ തിരുവല്ല ബസ് റെയിൽവേ സ്റ്റേഷനിൽ ആ സീറ്റിൽ ആ ബോഗിയിൽ എത്തിച്ചേരുമ്പോൾ ആ സീറ്റ് അവിടെ മുതൽ ഡൽഹി വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് പോലെ എന്റെ ദൈവം തന്റെ നിത്യതയുടെ പദ്ധതിയിൽ നിന്റെ മാതാപിതാക്കൾക്ക് നീ ജന്മം കൊള്ളുന്നതിന് മുൻപ് ഈ വേദിയിലിരുന്ന് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനും ഇന്ന് രാത്രി വചനം കേൾക്കാനും പുരാതനായ മഹാദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ കലണ്ടറിൽ അവിടുന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് എന്നെ ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, സകല ജാതക വിധികളെയും മാറ്റി എഴുതുന്നതാണ് എന്റെ ദൈവത്തിന്റെ അനാദി നിർണയം. ഗ്ലോറി. ഇതെന്ന് ഓർക്കുമ്പോ എന്റെ അകം തിളച്ചു വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ഇതെന്ന് ഓർക്കുമ്പോ നിനക്ക് കൈകെട്ടി വാപൂട്ടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ജനനം കൊള്ളുന്നതിന് മുൻപ് എന്നെ കുറിച്ച് എന്റെ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്ത ഒരു ഡിസൈനിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് രാത്രി എന്റെ സ്റ്റെപ്പുകൾ വ്യാപരിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പൈശാചിക ലോകത്തെ കണ്ടുകൊണ്ട് ആത്മാവിൽ പറയണം, എന്റെ പണി പൂർത്തിയായിട്ടില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്നത് ലൂസിഫറിന്റെ ചക്രത്തിന്മേലല്ല, എന്റെ നാഥൻ എന്ന നല്ല കുശവന്റെ ചക്രത്തിന്മേലാണ്. അവിടുന്ന് അനുവദിക്കാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ദൈവത്തിന് സ്തോത്രം. മുൻനിർണയം, മുന്നറിവ്, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. കരമുയർത്തി സ്തോത്രം പറയാമോ? ഒന്നുകൂടെ ശബ്ദം ഉയർത്തി. എത്ര പേരുടെ അകത്തോട്ട് ഇത് കേറി എന്നെനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്നുകൂടെ പറയുന്നു, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. 5 കൂട്ടം കാര്യങ്ങൾ ജനിക്കുന്നതിന് മുൻപേ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. സ്തോത്രം, സ്തോത്രം. എവിടെ മുതൽ? മുന്നറിവ് മുതൽ തേജസ്കരണം വരെ. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഇത് ഭൂതവർത്തമാന ഭാവികാല ക്രമത്തിൽ പറയാതെ നിത്യവർത്തമാന ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? മുന്നറിവ് എന്നത് ഇന്നലകളും തേജസ്കരണം എന്നത് നാളകളുമാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നിത്യവർത്തമാന ക്രമത്തിലാണ്. അതിനകത്തൊരു അർത്ഥമുണ്ട്. എന്റെ ദൈവം ത്രികാലങ്ങൾ കൺമുൻപിലിരിക്കുന്നവനാണ്. അവന്റെ മുൻപിൽ ഇന്നലെ ഇല്ല, നാളെ ഇല്ല, ഇന്നില്ല. എങ്കിൽ എന്റെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കല്ലറയ്ക്കപ്പുറത്തെ തേജസ്കരണം വരെ എന്റെ ദൈവത്തിന്റെ ജാതക സംവിധാനത്തിനകത്ത് കരുതി വെച്ചിട്ടാണ് ഈ ഭൂമിയിൽ എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി തലേ കൈവച്ച് പ്രവചനം എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, ശരീരം നിനക്ക് മുന്നറിയിപ്പ് തരുന്ന ചില രോഗങ്ങൾ നിന്റെ അവയവങ്ങളിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും എന്റെ ദൈവം നിന്നെ കുറിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യപരിപാടികൾ പൂർത്തീകരിക്കാതെ നിന്റെ കണ്ണടയാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് തിരിച്ചറിവുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഇത് ജാതക വിധിയല്ല, എന്റെ ദൈവത്തിന്റെ അനാദി നിർണയമാണ്. നിങ്ങൾക്കറിയാമോ, ഹൈന്ദവ അഥവാ ഇന്ത്യയുടെ തത്വചിന്ത അനുസരിച്ച് ജാതക വിധി നമ്മളൊക്കെ ഉൾക്കൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത? ഇത്രാമത്തെ വയസ്സ് ബുധദശ, ശുക്രദശ, കണ്ടകശനി. ചില ഭക്തന്മാരുടെ അകത്തൊന്നും ഇന്നും അത് പോയിട്ടില്ല. ഞാൻ എന്നാൽ ഒരു വസ്തുത വിളിച്ചു പറയട്ടെ. വിധി യാഥാർത്ഥ്യമാണെങ്കിൽ നിന്നെ ന്യായം വിധിക്കാൻ ദൈവത്തിന് പറ്റില്ല.
നിങ്ങൾക്കറിയാമോ, ഈ ബൈബിൾ വിധിയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ ബൈബിൾ ദൈവത്തിന്റെ അനാദി നിർണയത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുള്ളൂ. ഞാൻ കൊച്ചു ഉദാഹരണം കൂടെ വ്യക്തമാക്കാം. വിധി സത്യമാണെങ്കിൽ സ്തോത്രം ഇല്ലേ, പണ്ടൊക്കെ ഇടയരെന്ന് പറഞ്ഞ ഒരു പാർട്ടികൾ വീടുകളിൽ വരുമായിരുന്നു. അവർ തുണിയും സാധനങ്ങളും ചോദിച്ചതിന് ശേഷം ഭാവി പറയും, രാജപ്രതിമയാണ് കുളന്ത എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കുന്നതിന് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറഞ്ഞൊരു നിപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? അല്ലോണ്ട് ഇറങ്ങി പോരട്ടെന്നുള്ളത്. എന്നാൽ ഇന്ന് രാത്രി വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, വിധി ദൈവകാര്യ പരിപാടിയിലില്ല. എത്ര വലിയ വിധിയും എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ നന്മയ്ക്കായി മാറത്തക്ക വിധത്തിൽ എല്ലാ പൈശാചിക നക്ഷത്ര ബന്ധനങ്ങളെയും അഴിക്കാൻ ഇതിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ഇനി പറയാം, വിധി സത്യമാണെങ്കിൽ അന്തിമ വിധി പാടില്ല, സാധ്യമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ 20 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നിടത്തോളം മരിച്ചവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. അങ്ങനെയാണെങ്കിൽ ഈ വിധി നടക്കണമെങ്കിൽ മനുഷ്യന്റെ മേലുള്ള ജാതക വിധി ശരിയല്ല. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററെ, അതെങ്ങനെയാണോ? ഞാൻ തെളിയിക്കാമായിരുന്നു, സമയമില്ലല്ലോ. പൈശാചിക ശക്തികളുടെ സ്വാധീനത്താൽ ചിലത് നീ വിളിച്ചു വരുത്തും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഏത് വിധികളും മാറ്റി എഴുതത്തക്ക വിധത്തിൽ ദൈവ സാന്നിധ്യം സഭയ്ക്ക് പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചുദാഹരണത്തെ തെളിയിക്കാം. വിധി യാഥാർത്ഥ്യമാണെങ്കിൽ ജാതക വിധി ശരിയല്ല. അന്തിമ വിധി നടക്കുന്നു നിങ്ങൾ വിചാരിക്കുക. മഹാദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഓരോരുത്തരുടെ പേര് വിളിക്കുക. നിങ്ങൾക്ക് ഭാഷയിൽ അറിയാവുന്ന ഒരു കൊലപ്പുള്ളിയുടെ പേര് പറയാം. ഫുലാൻ ദേവി. ദൈവം പേര് വിളിച്ചു. കേറി ഇങ്ങോട്ട് വരിക. അന്തിമ വിധിക്ക് മുൻപിൽ കൊള്ളക്കാരി, ചമ്പൽക്കാരനെ വിറപ്പിച്ച കൊള്ളറാണി, നിത്യ നരകമാണ് കൊലയാളിയുടെ അവകാശമെന്നറിയപ്പോ എന്ന് ദൈവം അഗ്നിപ്പൊയ്കയിലേക്ക് ഇവിടെ തള്ളുന്നു എന്ന് വിചാരിക്കുക. ഈ സമയം ഫൂലാൻ ദേവി നിന്ന് തിരിഞ്ഞൊരു ചോദ്യം ദൈവത്തോട്, പൊക്കോളാം. പോന്നതിന് മുമ്പ് അങ്ങയോടൊരു ചോദ്യം ചോദിക്കാൻ അനുവാദം തരണം. ചോദിച്ചു. ദൈവത്തോട് തിരിച്ചു ചോദിക്കാതിരിക്കട്ടെ. എന്റെ അമ്മയ്ക്ക് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ചെറുപ്രായത്തിൽ ഞാൻ ആക്രമിക്കപ്പെടണമെന്നും ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ ഞാൻ ചമ്പൽക്കാരനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകണമെന്നും എന്റെ കഥ തീർത്താൻ ശ്രമിച്ചവരുടെ ചോര എടുത്തതിന് ശേഷം ഞാൻ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാറിൽ മര്യാദയ്ക്ക് ജീവിക്കാനും നാടിനെ സേവിക്കാനും കയറാൻ തുടങ്ങുമ്പോൾ വെടിയേറ്റ് നിലത്ത് വീഴണമെന്നും ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമേ, നീയാണ് എന്റെ ഈ അഗ്നിപ്പൊയ്കയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായടയും. കാരണം ദൈവം ഒരു വ്യക്തിയുടെ മേൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അവന്റെ പ്രവൃത്തികൾക്ക് അതീതമായി ഒരു വിധി അടിച്ചേൽപ്പിച്ചാൽ പരിണിത ഫലത്തിന്റെ ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദിത്വത്തിൽ ഇവന്റെ തലയിൽ വരച്ച ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അഗ്നി നരകം എന്നൊന്ന് അനുവദിക്കപ്പെട്ടാൽ മനുഷ്യന്റെ മേൽ വിധി യാഥാർത്ഥ്യമാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ദൈവം തന്നെയാണ്. സ്തോത്രം. അപ്പൊ പിന്നെ ഈ പ്രത്യേകത ഞാൻ പറയാം. വിധി വേറെ, അനാദി നിർണയം വേറെ. യൂദ ഒറ്റിക്കൊടുക്കാൻ ദൈവം നിർണയിച്ച വ്യക്തിയല്ല. ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് സമയം അകൃത്യത നിർത്തും. എനിക്ക് 9:10 പ്രസംഗം നിർത്താം സമയമനുസരിച്ച്. എന്നാൽ ഇപ്പോൾപ്പെട്ട പ്രസംഗം അവസാനിപ്പിക്കാം. ഇപ്പോൾ അവസാനിപ്പിക്കാനും 9:10 വരെ ഈ യോഗം നീട്ടിക്കൊണ്ടു പോകാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, കാരണം അനുവദിച്ചിരിക്കുന്ന സമയം. പക്ഷെ ഞാൻ നേരത്തെ കയറി നേരത്തെ അവസാനിപ്പിച്ചാൽ എന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എന്റെ ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ സവിശേഷത കേൾക്കണോ? ഞാൻ എപ്പോൾ നിർത്തുമെന്നും ഞാൻ എപ്പോൾ തുടരുമെന്നും ഞാൻ കയറി നിൽക്കുന്നതിന് മുൻപ് എന്റെ ദൈവം തന്റെ സർവജ്ഞാനത്തിന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം മുൻനിർണയിച്ചിട്ടില്ല. യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവം തന്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു.
പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ തത്വം തിരിച്ചറിഞ്ഞിട്ട് പറയണം, എന്റെ ജീവന്റെ മേൽ കരം വെക്കാൻ വ്യാപരിക്കുന്ന ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് എന്റെ ജീവിതത്തെ കൈമാറാൻ തയ്യാറായാൽ എന്റെ ഭാവി മുഴുവൻ ഉടച്ചു വാർക്കാൻ കഴിവുള്ള ഒരു ദൈവശക്തിയാണ് ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് പറയണം, നരകത്തിയിൽ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന ദിവസങ്ങളാണ് പിശാച് നിന്റെ മേൽ കരുതി വച്ചിരിക്കുന്നതെങ്കിൽ, ഒരു ഫാനിൽ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ, ഒരു റെയിൽവേ ട്രാക്കിൽ ശരീരം ചിതറിത്തെറിക്കാൻ, ഒരു കുപ്പി വിഷത്തിൽ അവസാനിക്കാൻ പിശാച് നിന്റെ കുടുംബത്തിന് പദ്ധതിയിട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ക്രൂശിന്റെ ചുവട്ടിലേക്ക് തിരിഞ്ഞാൽ നിന്റെ കുടുംബത്തിന് ആധിപത്യം പുലർത്തുന്ന ഈ മാരക വിപത്തിനെ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തി ഈ ഗ്രൗണ്ടിന്റെ ചുറ്റുപാടുകളിലേക്ക് ആത്മാവിൽ വ്യാപരിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ ഇവിടെ അകത്ത് മാത്രമല്ല, ഇതിനെ പുറത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ഞാനൊരു വചന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോംബെയിൽ ഒരു ഹോട്ടലിന്റെ മുറിക്കകത്ത് വിഷമെടുത്ത് കഴിക്കാൻ പ്ലാൻ ചെയ്ത ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ഓൺ ചെയ്തിട്ട് വെറുതെ ആ സൂമിനകത്തൂടെ എവിടെയോ യൂട്യൂബ് ക്ലിപ്പിലൂടെ ഒരു ചെറിയ പ്രസംഗം കേട്ടിട്ട് അന്ന് സമർപ്പിക്കപ്പെട്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ശബ്ദമൊന്ന് കേൾക്കാൻ വിളിച്ചതാ, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച എന്നെ മാറ്റം വരുത്തിയ ജീവന്റെ വചനം താങ്കളാണ് സംസാരിച്ചതെന്ന് അറിയത്തക്ക വിധത്തിൽ എന്റെ മേൽ ദൈവസാന്നിധ്യം വ്യാപരിച്ചു. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളുടെ മേൽ പിശാച് വല്ലാതെ കൈവച്ചിട്ടുണ്ട്. മനോമണ്ഡലത്തെ ഇളക്കി മറിച്ച് വികാര വിക്ഷോഭങ്ങളിലേക്ക് ജീവിതത്തെ നയിച്ച് ഒരു വിഷക്കുപ്പിയിൽ ആയുസിനെ അവസാനിപ്പിക്കത്തക്ക വിധം വാദിച്ചു നിൽക്കുന്ന ചില സാധാന്യ ബന്ധനങ്ങൾ ഇന്ന് രാത്രി മുഴങ്ങുന്ന വചനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തെ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്ന സാധാന്യ വ്യാപാരങ്ങളെ അഴിച്ചുവിട്ട് അതിനെ പണതെടുക്കാൻ കഴിവുള്ള ദൈവസാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹബ്ദൽ ഘടകന ദിഗജകൾ ഘടകരഹുദരാധികനയാരകനക. ഈ രാത്രി ദൈവസാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. കൊടുങ്കാടിന്റെ നടുവിലേക്ക് ആദ്യം മാരകമായി കീടനാശിനിയും വാങ്ങിച്ചുകൊണ്ട് അത് പൊതിഞ്ഞുകെട്ടി കയറിപ്പോയൊരു ചെറുപ്പക്കാരൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് അത് കഴിക്കാൻ പൊതിയഴിക്കുമ്പോൾ അവൻ പൊതിഞ്ഞുകെട്ടിയ പേപ്പറിൽ ട്രാക്ട് പ്രതിയായിരുന്നു. അതിൽ കണ്ണുടക്കിയപ്പോൾ ദൈവവചനത്തിന്റെ വ്യാപാര ശക്തി അവന്റെ വിഷം മാറ്റിവെച്ച് യേശുവിനെ ഏറ്റുവാങ്ങാൻ ശക്തി പകർന്ന സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഈ വചനം വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇരുട്ടിന്റെ ശക്തികൾ ചില വ്യക്തികളുടെ മേൽ അവകാശവാദം ചെയ്ത് അസാധാരണ മരണത്തിലേക്ക് നിന്റെ ജീവനെ തള്ളിയിടാൻ വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങളെ ഈ വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് മുൻപിൽ ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ തിരശീലയ്ക്ക് പുറകിൽ നിന്നെ കുറിച്ച് നീ സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു. ഞാൻ ഈ രാത്രി തെളിവ് നിരത്താം, ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പൻ അബ്രഹാം ഇരട്ടിപ്രായമെത്തിയിട്ടും അന്ധനായിരുന്നില്ല. പുനർവിവാഹിതനും തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നവനുമായിരുന്നു. എന്നാൽ മകൻ ഇസഹാക്ക് അപ്പന്റെ പകുതി പ്രായം കഴിഞ്ഞപ്പോ 2 കണ്ണുകളും അന്ധമായി. എന്തുകൊണ്ട് ഈ ദുരന്തം സംഭവിച്ചു? അയ്യോ, ഇത് ഭീകരമാണ്. എന്തുകൊണ്ട് അന്ധമായി? പറയാം. നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ 2 മക്കളാ. അതിൽ മൂത്തവൻ എളിയവൻ ഇളയവനെ സേവിക്കുമെന്ന ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ നിന്റെ കണ്ണ് കാണുമെങ്കിൽ നിന്റെ കൈ നിന്റെ മൂത്തവന്റെ തലയിൽ അനുഗ്രഹത്തിനായി ചെല്ലും യാക്കോബേ, ഇസഹാക്കേ. എന്നാൽ നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ കൈ വഴിമാറി ഇളയവനിൽ ചെല്ലും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൂത് വിളിച്ചു പറയാം, സഹിക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനെതിരെ ഇന്ന് രാത്രി വാദിച്ചു നിൽക്കുമ്പോൾ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഊരാ കുടുക്കുകൾ നിനക്ക് സംഭാവന ചെയ്തു വിധി നിന്നെ വേട്ടയാടുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റാൻ എന്റെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിക്ക് ഇന്ന് രാത്രി കഴിയും. അത് 9:30-ക്കല്ല, ഈ 9 മണിക്ക് വ്യാപരിക്കുന്ന വചനത്തിന്റെ പുറകിൽ, തിരശീലയുടെ പുറകിൽ നിന്റെ മരണ ദിവസത്തിന് മുൻപ് നിന്നെ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ചില പദ്ധതികൾ നാട്ടുകാർ തകർന്നു ഇനി തലമുക്കില്ല എന്ന് വിധി എഴുതിയാലും എന്റെ ദൈവത്തിന്റെ കരം നിന്നെ പണിയുമെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഈ പുൽപിറ്റിൽ ദൂത് വിളിച്ചു പറയുന്നു. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ മേലുള്ള പണി ആരംഭിക്കുന്ന രാത്രിയാണ്. ഞാൻ പലപ്പോഴും ഓർക്കും, ശവമടക്ക് നടത്താൻ പോകുന്ന സമയത്ത്, ശവമടക്കിന്റെ സമയം ചില ശവമടക്കിൽ കരഞ്ഞു പോയിട്ടുണ്ട്. കരയുന്ന ശവമടക്കിന് പ്രധാനപ്പെട്ട കാരണം
യൗവനക്കാരുടെ ഡെഡ് ബോഡിയുടെ മുഖം മൂടാൻ പറയുന്ന സമയമാണ്. മുഖം മൂടാൻ പറയുമോ ആണുങ്ങൾ ഒരു 30-35 വയസ്സൊക്കെ പ്രായമുള്ള കഴിഞ്ഞ ദിവസവും ഒരു ശവമടക്കിന് മുൻപിൽ ആ കോമളരൂപിയായ ചെറുപ്പക്കാരന്റെ മുഖം തന്റെ പിതാവ് മൂടുമ്പോ തന്റെ ഭാര്യ പൊട്ടിത്തകർന്ന് ഒരു ഭ്രാന്തിയെ പോലെ മുൻപിലുണ്ടായിരുന്ന ഒരു 3 വയസ്സുകാരനെ കെട്ടിപ്പിടിച്ച് സമനില വിട്ട് അലറുന്ന കാഴ്ച കണ്ടു. പലപ്പോഴും ശവമടക്കിൽ സ്ഥിരം കാഴ്ചയാണ്. ശവമടക്ക് നടത്തുമ്പം യൗവനക്കാരായ സഹോദരങ്ങളുടെ ഡെഡ് ബോഡിയുടെ മുഖം മൂടുമ്പം ഭാര്യമാർ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. ഞാൻ അതിനെ മനഃശാസ്ത്രം പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ മനസ്സിലാക്കാൻ കഴിയും സത്യം ഇതാ. ഈ അമ്മയുടെ കരച്ചിലിനൊരു അർത്ഥമുണ്ട്. മോനെ, എന്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാ മോനെ, ഞാൻ വിധവയാ. സമൂഹത്തിലെ എന്റെ നിലവാരം പോയി. പക്ഷേ ഞാൻ അനാഥയല്ല. ഞാൻ ജന്മം കൊടുത്ത ഒരു ആൺകുഞ്ഞ് എന്നെ കരുതാനുണ്ട്. എന്റെ മുഖം മൂടാനും എന്നെ കരുതാനും എന്നെ അമ്മയെന്ന് വിളിക്കാനും എന്നെ പട്ടിണി കൂടാതെ കരുതാനും ഞാൻ അനാഥയാകാതിരിക്കാൻ എന്റെ ആൺകുഞ്ഞ് എനിക്കുണ്ട്. ഇതാണ് ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് അമ്മമാർ കരയാനുള്ള വൈധവ്യത്തിന്റെ മുൻപിലെ കാരണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൻ പോയി തകർന്നു കുടുംബം. തൊട്ടുപുറകിൽ 2 ആൺമക്കളുണ്ടായിരുന്നു. അവരുടെ ഡെഡ് ബോഡിയും പുറത്തേക്ക് പോയി. ആ സമയം ഈ സാധു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുക, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ. അത്യുന്നതനെങ്കൽ അത്യന്തം കൈപ്പാതി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനാഥത്വം മാത്രമല്ല, വൈധവ്യം ഒന്നേ ഉള്ളായിരുന്നേ സാരമില്ല. അനാഥത്വവും വൈധവ്യവും ഏറ്റുവാങ്ങിയ ഈ വീടിനെ കുറിച്ച് നാട്ടുകാർ പറയും, ഇല്ല, ആ തറവാട് തകർന്നു, ഇനിയും ആ കുടുംബം തലപൊക്കില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ കരം ചലിച്ചപ്പോൾ വിധിയെ മാറ്റി എഴുതിക്കൊണ്ട് യേശുവിന്റെ വല്യമ്മച്ചി പദം അലങ്കരിച്ച് ദാവീദിന്റെ വല്യപ്പച്ചനെ ഉദരത്തിൽ ചുമക്കത്തക്ക വിധം ആ കുടുംബത്തിന്റെ ചരിത്രം മാറ്റിയവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രിയെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്റെ വിധിയെ മാറ്റാൻ, ശബ്ദമൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ച് എന്റെ വിധിയെ മാറ്റാൻ ശബ്ദം ഉയരട്ടെ. ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് ലജ്ജ കൂടാതെ നിന്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്ന പൈശാചിക ശക്തികളെ ആത്മാവിൽ കണ്ടുകൊണ്ട് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞ് എന്റെ ജാതക വിധികളെ മാറ്റി കുറിക്കാൻ ഗ്ലോറി രക്തത്താൽ ജയം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾക്കുള്ള ദൈവത്തിന്റെ ദൂതാണ്. ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽ രാത്രി ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന മാനസിക അവസ്ഥകളുടെ മേൽ പണിതെടുക്കാൻ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2 കൈകളും ദൈവസന്നിധിയിൽ ധൈര്യമായി അഭിമാനത്തോടൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ ക്രൂശിനെ ആലിംഗനം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് കൊണ്ട് എന്റെ കുടുംബത്തിൽ നടക്കേണ്ട ദുർവിധികളെ മാറ്റി കുറിക്കാൻ, എന്റെ ഭവനത്തിന് ആധിപത്യം പുലർത്തുന്ന കൊടിയ ശാപങ്ങളെ മാറ്റി കുറിക്കാൻ, കാരണം കൂടാതെ എന്റെ കുടുംബത്തിനെതിരെ ശാപം എഴുതുവിടുന്ന ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ജയം തരാൻ, എന്റെ കുടുംബത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചില മിനിറ്റുകൾ ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഓ രക്തത്താൽ ജയം. ഈ വചനം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വചനത്തിന്റെ മുൻപിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാം, നീ പ്രതീക്ഷിക്കാത്ത ചില അനർത്ഥങ്ങൾ നിന്റെ ജീവന് നേരെ ഉയരുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവളാണ് നീയെങ്കിൽ വിഷയത്തെ ദൈവത്തിന്റെ കരം ഏറ്റെടുത്താൽ അസാധാരണമായ ചില വിടുതലുകൾ നീ അറിയാത്തത് അതിനകത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റു കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി സന്തോഷിക്കുമ്പോ എസ്തേറെ, നീ എന്തിനാ ബാല്യത്തിൽ അനാഥയായത്? എന്റെ മോളെ, നീ അനാഥയാകുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീയാണ് ഇസ്രായേൽ ജനത്തിന്റെ ദുരന്തത്തെ മാറ്റേണ്ടവൾ. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിൽ എത്തിച്ചേരൂ. അവന്റെ പരിചരണയിൽ എത്തിയെങ്കിലേ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ. അവന്റെ ഭാര്യയായെങ്കിലേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവന്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ.
ആർക്കും ഇല്ലാത്ത ഒരു പദ്ധതി നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനുള്ളത് കൊണ്ട് അസാധാരണ പോരാട്ടങ്ങൾ നിന്റെ കുടുംബത്തിൽ സാത്താൻ ആക്രമിക്കാൻ അനുവദിച്ചാലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ഇത് തിന്മയല്ല, എന്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റത്തക്ക വിധം ആ ജാതക വിധികളെ തിരുത്തി കുറിക്കുന്ന മകയിരത്തെയും സപ്തഋഷികളെയും ഭൂമിയുടെ മേലുള്ള സ്വാധീന വലയത്തെയും ബന്ധിച്ചഴിക്കാൻ കഴിവുള്ള യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമുയർത്തി പറ, ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു അനാദി നിർണയത്തിന്റെ പദ്ധതി എന്നെ കുറിച്ച് എന്റെ ദൈവത്തിനുണ്ട്. രക്തത്താൽ ജയം. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കാൽവറി ക്രൂശിൽ ഒരുത്തൻ കിടന്ന് പിടയ്ക്കുന്ന രംഗം ദൈവമക്കൾ ഒന്ന് കണ്ണുയർത്തി കണ്ടേ, ഒന്ന് കരമുയർത്തി ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വിളിച്ച്. ലജ്ജ വേണ്ട കേട്ടോ, അഭിമാനമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്ന യേശുവേ എന്നൊന്ന് രാത്രി ഇന്ന് വിളിക്കണം. കാരണം എന്തെന്നറിയാമോ, ആ കിടക്കുന്ന കിടപ്പിലെ യാഗരംഗം കാണുമ്പോ ആളുകൾ വിചാരിക്കും തല്ലി തകർത്തൊരു പഴന്തുണി പോലെ കിടക്കുന്നത് ഞങ്ങളുടെ വിജയമാണ്. അല്ല, ദൈവത്തിന് സ്തോത്രം. സംഭവിക്കണമെന്ന് എന്റെ ദൈവത്തിന്റെ കൈയും തന്റെ അനാദി നിർണയവും പ്ലാൻ ചെയ്തതാണ് ക്രൂശിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നലെ സംഭവിച്ച പൊട്ടിമുളച്ച രംഗമല്ല കാൽവറി മരണം. എന്താണ് കാൽവറി മരണമെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കൾ, സ്തോത്രത്തോടെ കേൾക്കണം. പാപക്കനി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച ആദി മാതാപിതാക്കൾ വിവസ്ത്രരായി കഴിഞ്ഞ് മരത്തിന് മറഞ്ഞു നിന്നെടുത്ത ധാരണയല്ല കാൽവറി മരണം. ഏതനിൽ പതനം ഭവിച്ച മനുഷ്യവർഗത്തെ കണ്ടുകൊണ്ട് എന്റെ ദൈവം തട്ടിക്കൂട്ടിയ കാര്യപരിപാടിയുമല്ല കാൽവറി മരണം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശിക്ഷ മനുഷ്യകുലം ഏറ്റുവാങ്ങാതെ തന്റെ ഓമനകുമാരനെ കാൽവറിയിൽ തകർത്താൽ അവന്റെ മരണത്തിലൂടെ നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ട ഒരുപറ്റം ആളുകളെ പറുദീസയിലെത്തിക്കാൻ എന്റെ ദൈവം ചെയ്ത അനാദി നിർണയത്തിന്റെ നിവർത്തിയാണ് കാൽവറിയിൽ നടന്ന ബലിമരണമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ, എനിക്ക് വേണ്ടി മരിച്ച യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി പറയാൻ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്ന നസറയനായ യേശുവിനെ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് എന്റെ ജാതക വിധി മാറ്റി കുറിക്കാൻ എന്റെ ദൈവത്തിന്റെ അനാദി നിർണയം എന്റെ മേൽ നിറവേറ്റാൻ മനുഷ്യകുലത്തിൽ കഴിയുന്ന ഒരു മരണമുണ്ടെങ്കിൽ എന്റെ നാഥന്റെ കാൽവറി മരണമാണ് എന്ന് വിശ്വസിക്കാൻ ഒരാൾ ഇവിടെ തയ്യാറായ നിന്റെ ഭവനത്തിന്റെ ആധിപത്യം പുലർത്തുന്ന കൊടിയ ശാപത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ കാൽവറിക്ക് ശക്തിയുണ്ട്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. രക്തത്താൽ ചെയ്യും. ശബ്ദം ഉയർത്തിയിട്ട് വാ തുറന്ന് വിളിച്ചു പറയണം, ദൈവത്തിന് സ്തോത്രം യേശുവേ എന്ന്. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് സാത്താൻ വെച്ചിരിക്കുന്ന ആഴമായ ചില ജാതക വിധികളുടെ ബന്ധനമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കെട്ടുകളെ ഈ വചനത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി അഴിച്ചെടുക്കത്തക്ക വിധം ദൈവശക്തി വ്യാപരിക്കുകയാണ്. അപ്പൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു, മകനും മാനസിക രോഗമുണ്ട്, കൊച്ചുമകൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ബന്ധിക്കപ്പെട്ട ചില കുടുംബങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവപുത്രന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഈ ഗ്രൗണ്ടിൽ അഴിഞ്ഞു മാറുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിന്റെ കുടുംബം വിടുവിക്കപ്പെട്ട് പുറത്തു വരാതിരിക്കത്തക്ക വിധം നിന്റെ തലമുറയുടെ തലച്ചോറിന്റെ മേൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ബന്ധിച്ചിരിക്കുന്ന പൈശാചിക വിധികളെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചാൽ അത് അഴിഞ്ഞു മാറും, അത് അഴിഞ്ഞു മാറും. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നു. അസാധാരണമായ കോപാത്മാവിനാൽ ഭരിക്കപ്പെട്ട് കുടുംബം കുട്ടിച്ചോറാകത്തക്ക വിധം സാത്താൻ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനത്തെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി അഴിഞ്ഞു ചെല്ലുന്നു, വിടുതലിനായി വ്യാപരിക്കുന്നു. ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ.
അബ്ദൽ ഘടകനാദികൾ ഘടകര. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവുന്ന സകല ദൈവമക്കളും ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കുകയാണ്. ഹോരേബിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി കത്തിയപ്പോൾ മുൾപ്പടർപ്പ് ജ്വലിച്ചതുപോലെ ഇന്ന് രാത്രി ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിന്റെ ചുറ്റും ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി അഗ്നിനാളമായി കത്തി ഉയരുമ്പോൾ നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ആത്മമണ്ഡലത്തിൽ കത്തിത്തീരുകയല്ലാതെ നിന്നെ കത്തിക്കാൻ അനുവദിക്കാതെ ആത്മമണ്ഡലത്തിന്റെ അഗ്നിസ്പർശനം ഈ രാത്രി നിന്റെ സ്ഥിരകളുടെ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിവിടെ സംഭവിക്കുകയാണ്. ജാതക വിധികൾ എന്ന് പറഞ്ഞ് സാത്താൻ ആധിപത്യം ഉയർത്തി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ബന്ധനം യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വിളിച്ചേ. ലജ്ജ വേണ്ട കേട്ടോ. ഭൂമിയിലെ സകല ശരണമന്ത്രങ്ങളെക്കാൾ ശക്തമാണ് ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശു എന്ന വാക്ക്. അത് മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, അത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. എന്നെ ശാമുവേൽ എന്ന കർത്തൃദാസന്റെ പേര് അദ്ദേഹത്തിന്റെ അമ്മച്ചിയെ മുതൽ എനിക്കറിയാം. അപ്പനും അമ്മയും പ്രാർത്ഥിച്ചിട്ട പേരാണ്. പാസ്റ്റർ ജെയിംസ് കുട്ടിയുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ട പേരാണ് അദ്ദേഹത്തിന്റെ പേര്. കുരുള പാസ്റ്ററുടെ പേര് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ട പേരാണ്. എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന പേരാണ്. ദൈവത്തിന് സ്തോത്രം, രാജു എന്ന പേര്. എന്നാൽ യേശു എന്ന പേര് ജോസഫും മറിയയും രാത്രി ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ചതല്ല. മണ്ണിൽ ഉടലെടുത്ത നാമമല്ലിത്, ഇത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. ഈ വാക്ക് മുഴങ്ങുമ്പോൾ സകല മുഴങ്കാലും മടക്കാനുള്ള ശക്തിയുള്ള ഈ വചനത്തിന്റെ മുൻപിൽ സകല സാധാന്യ ബന്ധനങ്ങളും അഴിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ ആ രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞ് ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ലജ്ജ വേണ്ട. വാ തുറന്നു, വാ തുറന്നു. അടുത്തിരിക്കുന്ന വ്യക്തികളുടെ കാതിൽ മുഴങ്ങട്ടെ, പുറകിൽ നിൽക്കുന്ന വ്യക്തികളുടെ കാതിൽ മുഴങ്ങട്ടെ. നിന്റെ തകർച്ച കാത്തു നിൽക്കുന്ന, നിന്റെ പതനത്തിന് വേണ്ടി കണ്ണു തുറന്ന് കാത്തിരിക്കുന്ന, നിന്റെ പരാജയം കാണാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്ന സാധാന്യ താവളങ്ങളുടെ വിധികളെ ഈ രാത്രി വചനത്തിന്റെ വ്യാപാര ശക്തി ഈ രാത്രി അഴിച്ചു മാറ്റിയിട്ട് ക്രൂശ് മുഖാന്തരം നിന്റെ ഭാവി പണിയാൻ യേശുവിന്റെ കരം ചലിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദം ഉയർത്തി പറയണം. ലജ്ജ വേണ്ട കേട്ടോ. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദം ഉയർത്തി പറയണം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിർണയിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്ന സത്യം. കാൽവറിയിലെ മരണം ആക്സിഡന്റ് അല്ല. കാൽവറിയിലെ മരണം അപകട മരണമല്ല. എബ്രഹാം ലിങ്കൻ രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. രാജീവ് ഗാന്ധി ചോരയിൽ കുളിച്ചാണ് മരിച്ചത്. ബേനസീർ ഭൂട്ടോ രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മഹാത്മാഗാന്ധിയും ചോരയിൽ കുളിച്ചാണ് മരിച്ചത്. എന്നാൽ യേശു ചോരയിൽ കുളിച്ചു മരിച്ചത് ആക്സിഡന്റ് അല്ല. യേശു ചോരയിൽ കുളിച്ചു മരിച്ചത് ദൈവത്തിന്റെ അനാദി നിർണയമാണ്. സാധുവായി എന്നെ നിത്യതയിലെത്തിക്കാൻ എന്റെ ദൈവം ചെയ്ത കാര്യപരിപാടിയാണ്. ആ ബോധ്യമുള്ള ദൈവമക്കൾ രണ്ട് കരവും ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്കൊന്ന് ചേർന്ന് പാടണം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല. പ്രിയപ്പെട്ട ഫിലിപ്പ് പാസ്റ്റർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ നമുക്കൊന്ന് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
എന്റെ കുടുംബത്തെക്കുറിച്ചും എന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കരുതി വെച്ചിരിക്കുന്ന അതിഭീകരമായ വിധികളെയും ശാപബന്ധനങ്ങളെയും എന്റെ കുടുംബത്തിൽ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ ക്രൂശിന് കഴിയുമെന്നുള്ളതിനാൽ ഞാൻ ആ ക്രൂശിനെ ഇന്ന് രാത്രി ആലിംഗനം ചെയ്യുകയാണ്. എന്നെ കാൽവറിയുടെ യാഗപീഠത്തിൽ ചുവട്ടിൽ സമർപ്പിക്കുകയാണ്. പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥന വേണം, ഇന്ന് രാത്രി എന്നോടാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ദൂത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ ചിലരോട് ദൈവാത്മാവ് രാത്രി ഇടപെടുന്നു. നിന്റെ ഡ്യൂട്ടിക്കിടയിലാണ് നീ കാതിൽ വെച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിന്റെ വിഷയത്തെ പണിതെടുക്കാൻ യേശുവിന് രാത്രി കഴിയും. നിന്റെ കുടുംബത്തെ ഭരിക്കാൻ കാത്തു നിൽക്കുന്ന ഏത് ജാതക വിധികളെയും അഴിച്ചു മാറ്റാൻ യേശുവിന് ശക്തിയുണ്ട്. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് രാത്രി ഉയർന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ക്രൂശിലെ രക്തത്തിൽ ഞങ്ങൾ ഈ കരങ്ങളെ മുദ്ര വയ്ക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്ന് കരമടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. കഷ്ടം